അങ്ങനെ ടോണിയോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് മാമച്ചൻ പറയുന്നു. എൻ്റെ അച്ഛനോ അറിയാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല, നിങ്ങൾക്ക് പ്രൈവസി ആയിട്ടുള്ള കാര്യവും ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയാമെന്ന് ടോണി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള രഹസ്യമാണ്, കുറച്ച് കോൺഫിഡൻഷ്യലാണ്, അത് പിന്നെ നിങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് പറയുമ്പോൾ ടോണിയോട് മാത്രമായിട്ടാണ് പറയാനുള്ളത്, അതിലൊരു അവസരം ഉണ്ടാവുമോ? അങ്ങനെ ടോണി വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വീടിൻ്റെ ഒരു സൈഡിലൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ വീടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. ആഹാ, ഇത് കൊള്ളാലോ, വീടിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ടോണി പറഞ്ഞ അലമ്പായിട്ട് കിടക്കാണ്, ഞാൻ ഇവിടെ വരുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അല്ല പറഞ്ഞോളൂ, എന്താണ് കോൺഫിഡൻഷ്യലായിട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞത്? എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, ടോണിയേക്കാളും പ്രായം കുറവാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല, പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ചിലരെ അങ്ങനെയാണല്ലോ ദൈവം വിളിക്കാറ്, നീ അവിടെ ജീവിച്ചതും മതി, ഇങ്ങ് പോരേ മോനെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ടോണി ചോദിച്ചു, ഈ അടുത്ത കാലത്താണോ? ഇപ്പോൾ ഒരു 3.5-4 വർഷത്തോളമായി. ഓ അത്രമായോ? അപ്പോൾ ഇയാളെ മോളായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. മോളാണ് എന്ന് പറഞ്ഞ് മാമച്ച ചേർത്ത് പിടിച്ചു. മോളാണ്, അഡോപ്റ്റ് ചെയ്തതാണ്. ടോണിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞതല്ലേ? ഒരു തവണ കഴിഞ്ഞു. വൈഫ്? ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. പിണങ്ങി പിരിഞ്ഞതാണോ എന്ന് മാമച്ചൻ ചോദിച്ചപ്പോഴേക്കും പിണങ്ങി പിരിച്ചതല്ല, പിണങ്ങാതെ പിരിഞ്ഞു. അപ്പോൾ മാമച്ചൻ പറഞ്ഞു, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കും, പക്ഷേ അതുകൊണ്ട് ഫലമൊന്നുമില്ല. പിണങ്ങാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന് ടോണി ചോദിക്കുക. ചതി, വഞ്ചന, രോഗം, സ്നേഹശൂന്യത, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. അപ്പോൾ മാമച്ചൻ പറഞ്ഞു, ഞങ്ങൾ ഈ അടുത്ത കാലത്തൊരു വീട്ടിൽ പോയി, അവിടെ ഒരു പെണ്ണെ ഞങ്ങളുടെ നേരെ അട്ടഹസിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. എവിടെ കുഞ്ഞെവിടെ? ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ടോണി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞങ്ങൾ എന്താ സംഭവം എന്ന് ധരിക്കുമ്പോഴേ ആ പെൺകുച്ചിന് ഭ്രാന്ത, കാണാനാണെങ്കിൽ സുന്ദരി, ഭർത്താവ് ഉപേക്ഷിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ച വിഷമത്തിൽ മനോരോഗി ആയതാണ്, പക്ഷേ സംഭവം അങ്ങനെയൊന്നും അല്ലേ. അപ്പോഴേക്കും ടോണി അന്തം വിട്ടിങ്ങനെ നോക്കുക. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു, അതാ ഹസ്ബൻഡ് അറിഞ്ഞു. പിന്നത്തെ കഥ വല്ലതും പറയണോ? ആരെങ്കിലും പിന്നെ ഭാര്യയായിട്ട് വെച്ചോണ്ടിരിക്കുമോ? ഉപേക്ഷിച്ചു. ഇതെവിടെ നടന്ന സംഭവമാണ്? ഏത് കാലത്ത്? സ്ഥലം? എന്നിട്ട് സ്ഥലം മാറ്റി പറയാണ്, തലയോലപ്പറമ്പ് അല്ലേ മോളെ? അപ്പോഴേക്കും അവൾ പറഞ്ഞു, രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ഈ അടുത്ത കാലത്ത് 3 മാസമായി കാണുള്ളൂ, ഒരു കുടുംബം പിളർന്നു പോയില്ലേ, 2 പേരുടെ ജീവിതം എന്നൊക്കെ മാമച്ച പറഞ്ഞപ്പം എൻ്റേതും ഏതാണ്ട് അതുപോലൊരു സ്റ്റോറിയാണ്. ഞാനും ചതിക്കപ്പെട്ടതാണ്. അതാണോ ഉപേക്ഷിക്കാൻ കാരണം? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴേ മാലാഹയാണെന്ന് തോന്നും, നമ്മളില്ലെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടില്ല എന്ന് പോലും തോന്നിപ്പോകും. കൈ കോർത്ത് പിടിച്ചേ നടക്കാറുള്ളൂ. ജോലിക്ക് പോയാൽ നാഴിക്ക് 40 വട്ടം വിളിക്കും, ഉണ്ടോ, ചായ കുടിച്ചോ, ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, നേരത്തെ വരണേ. എല്ലാ മാമച്ചനും രേവതിക്കുട്ടിയും കേട്ടോണ്ടിങ്ങനെ നിൽക്കുക. വന്നാലോ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, തല മസാജ് ചെയ്ത് തരുന്നു, താടി ട്രിം ചെയ്ത് തരുന്നു, കുളിച്ചിട്ട് വന്നാൽ തല തോർത്തി തരുന്നു, ഉണ്ണാനിരുന്നാൽ വാരി തരുന്നു. എന്താ പ്രകടനം, ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ. അന്തം വിട്ട് മാമച്ചനും രേവതിക്കുട്ടി നോക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്തൊരു ഭാഗ്യവാൻ, ഞാൻ മരിച്ചു പോയാൽ അവൾ എനിക്കൊരു ഈഫൽ ടവർ പണിയും, അവൾക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പണിയും. ഭൂലോക വിഡ്ഢി. അതെന്താ അങ്ങനെ പറഞ്ഞത്? പെട്ടിട്ട കുഞ്ഞിനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് താലി കൊട്ടാൻ തല കുറിച്ച് തന്നു, കെട്ടിയവനെ കുഞ്ഞായിട്ട് കരുതി നോക്കുന്നത്. രേവതിക്കുട്ടി അന്തം വിട്ടിങ്ങനെ നോക്കുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അല്ല നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതാണോ ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം? ഇത്രയും കാരണം പോലെ അതിപ്പോൾ ആരായാലും ഉപേക്ഷിക്കും, ഒരു കുറ്റവും പറയാനില്ല. അപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞു അല്ലേ? അപ്പോൾ മാമച്ചൻ ചോദിച്ചു, അല്ല കുഞ്ഞിനെ വെച്ചോണ്ട് കന്യകയാണെന്ന് പറഞ്ഞ് കല്യാണം നടത്തിയത് ശരിയല്ലല്ലോ, ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ, അതറിയാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് വിഷമം? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പെൺകുട്ടിയല്ലേ, കുഞ്ഞിനെ കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്നാ പറ്റിയെന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനൊരു അത്രേ ഉള്ളൂ, ഒരാകാംക്ഷ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടുകാർ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മാറ്റി. എങ്ങോട്ട് മാറ്റി? എന്ത് പറ്റി? പോയി ഏറ്റെടുത്ത് വളർത്തണം വല്ല ആഗ്രഹമുണ്ടോ എന്ന് ടോണി ചോദിക്കുകയാണ്. ഇച്ചിരി ദേഷ്യത്തിലാണ്. അല്ല ഇതെങ്ങനെയാണ് ടോണി അറിഞ്ഞത്? അത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ നാട്ടിലെത്തി. ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് അവൾ ഉടനെ അവളുടെ വീട്ടിലോട്ട് പോയി, പത്തനാപുരത്ത്. കൊച്ചിനെ ഏൽപ്പിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ കൊച്ചില്ല. വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനെ മറന്നേക്കാനായിട്ട്, നിനക്കിനിയും പിള്ളേരുണ്ടാകും, അന്നേരം ഈ സ്നേഹമൊക്കെ അവർക്ക് കൊടുത്താൽ മതിയെന്ന്. കഷ്ടം, എന്തോന്ന് കഷ്ടം, കൊതുക് കടിച്ചിട്ടല്ലോ കൊച്ചുങ്ങളുണ്ടാകുന്നത്, കഷ്ടം പോലും കഷ്ടം എന്ന് പറഞ്ഞ് ടോണി ദേഷ്യപ്പെടുകയാണ്. അല്ല ഈ രഹസ്യമൊക്കെ ടോണി എങ്ങനെ അറിഞ്ഞു? ലീവ് കഴിഞ്ഞ് ഞങ്ങൾ ഗൾഫിലോട്ട് തിരിച്ചു ചെന്നപ്പോൾ മുതൽ അവൾക്ക് സന്തോഷമില്ല, എപ്പോഴും ആലോചന, ചൂണ്ടുവരലേലും മുടി ചുറ്റിക്കൊണ്ടിരിക്കും, നമ്മൾ പേര് വിളിച്ചാൽ ഞെട്ടിത്തെറിക്കും, ഭയങ്കര മറവി, ഫുഡ് ഉണ്ടാക്കിയാൽ ഒന്നിനും കൊള്ളത്തില്ല. ഒടുക്കം ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, എന്നിട്ട് അപ്പോഴാ സത്യം വിളിച്ചിട്ട് വരുന്നത്, പെണ്ണിന് വട്ടാന്ന്, കുഞ്ഞിനെ കാണാത്തതിൻ്റെ ആദി, വീട്ടുകാർ കൊന്നു കളഞ്ഞോ എന്നുള്ള പേടി. അവർ കൊന്നോ? ആർക്കറിയാം, എനിക്കറിയത്തില്ല. ഞാൻ തലയ്ക്ക് വെള്ളിടി കിട്ടിയ മാതിരി ഞെട്ടിപ്പോയി. എന്നെ വലിച്ചു കയറി നിലത്തിട്ടാൽ ഞാൻ ഇതുപോലെ തകർന്നു പോകത്തില്ല. നമ്മളിങ്ങനെ ഉള്ളം കൈ വെച്ച് കൊഞ്ചിച്ച് ലാടിച്ച് പൊന്നു പോലെ കൊണ്ടു നടന്ന സാധനം വെറും കരിക്കട്ടയാണെന്ന് മനസ്സിലായ നിമിഷം എന്നൊക്കെ ടോണി ഇങ്ങനെ പറയാട്ടോ. ടോണിയുടെ അമർഷം മുഴുവൻ മുഖത്തുണ്ടായിരുന്നു. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നിയിട്ട് വയ്യ. ഇട്ടിക്കട്ടയെടുത്ത ഒരു 5 തവണ നെഞ്ചത്തടിക്കാൻ എനിക്ക് തോന്നി. എന്നാൽ തീരുവാ വിഷമം? ഇല്ല, എൻ്റെ ഒരു വിധി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊക്കെ ടോണി ഇങ്ങനെ ചോദിക്കുകയാണ്. ടോണിയുടെ മാനസിക നില വഷളാവുന്നതും ടോണിക്ക് ആകെ സങ്കടമാവുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി പെട്ടെന്ന് മാമച്ചനോട് പറഞ്ഞു, നമുക്ക് പോവാം. പോകാം നമുക്ക്. ടോണിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കണ്ണു അടച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. നിങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ടോണിയുടെ മൂഡ് മാറി, ഞങ്ങളുടെയും മൂഡ് മാറി, അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേണ്ട ടോണിയുടെ മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. നമുക്ക് പോകാം മോളെ, ഞങ്ങൾ പോട്ടെ, ഇനിയും കാണാം, ഞങ്ങൾ വരും, ഇപ്പോൾ പരിചയമായല്ലോ എന്ന് പറഞ്ഞു ടോണിക്ക് ഒരു തട്ടൊക്കെ കൊടുത്തിട്ടാണ് പതുക്കെ ടോണിന്ന് സമാധാനിപ്പിക്കുന്ന മാതിരി മാമച്ചൻ തോളത്തൊക്കെ ഒന്ന് തട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്.
പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഡ്രൈവർ നിൽപ്പുണ്ട് കേട്ടോ, ജോസ്. ആ പുള്ളിക്കാരൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി രണ്ടുപേരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? അതെ, ഇത് സന്തോഷം വിൽക്കുന്ന വീടല്ല, നീ വണ്ടി എടുക്കുക. അങ്ങനെ മാമച്ചനും രേവതിക്കുട്ടിയും ജോസും കൂടെ വണ്ടി കയറി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. നേരം വളരെ വൈകിയാണ് വീട്ടിലേക്ക് വന്നത്. ഇറങ്ങുന്നില്ല രണ്ടുപേരും. നമ്മുടെ വീട്ടിലെത്തി. ഇറങ്ങാതെ രേവതിക്കുട്ടിയും മാമച്ചനും ഇങ്ങനെ ഇരിക്കുക. നീ ഇറങ്ങാദ്യം, നീ നിൻ്റെ കാര്യം നോക്ക് പോ. മാമച്ചനാണെങ്കിൽ ആകെ ഒരു മൂഡ് ഓഫും ദേഷ്യമൊക്കെ കേട്ടോ. അത് ജോസൂട്ടിയോടാണ് തീർക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചനും ജോസൂട്ടിയും കൂടി ഇറങ്ങി. വെറുതെ പോയിട്ട് വെറുതെ വന്നൂല്ലെങ്കിലേ പിന്നെ ടോണിയുടെ വീട്ടിൽ നിന്ന് വല്ല എടുത്തോണ്ട് പറഞ്ഞായിരുന്നോ? അല്ല, പ്രത്യേകിച്ചൊരു വിവരവും കിട്ടിയില്ലല്ലോ. അല്ല, ഷെറിനെ കല്യാണം കഴിച്ചവനാരാണെന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലേ എന്ന് മാമച്ചൻ ചോദിച്ചപ്പോൾ, അത് വലിയ ഗെയിമായിപ്പോയി. കുഴപ്പമില്ല, പരിചയമായല്ലോ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കയറി ചെല്ലാലോ. എന്തിന്? ടോണി ചേട്ടനെ പിടിച്ച് നമുക്ക് ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അടുത്ത് എത്താലോ. നടക്കും, ഇപ്പം തന്നെ നടക്കും. നടക്കണം അങ്ങളെ, നടത്തും അങ്ങളെ നമ്മൾ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതിക്കുട്ടി മാമച്ചന് കുറച്ച് ഇൻസ്പിറേഷനൊക്കെ കൊടുത്താണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. മാമച്ചൻ ചെന്ന് ഡ്രസ്സൊക്കെ മാറി രേസമ്മയോട് കാര്യങ്ങളൊക്കെ പറയാം. രേസമ്മയാണെങ്കിൽ ആ സെറ്റിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒറ്റ കാര്യത്തിലുള്ള സംശയം, കുഞ്ഞിനെ മാറ്റിയതാണോ കൊച്ചിനാർക്കെങ്കിലും കൊടുത്തതാണോ എന്നുള്ള കാര്യത്തിൽ. കൊല്ലാനായിരുന്നെങ്കിൽ അവരത് പണ്ടേ ചെയ്തേനെ, കൊടുത്തതാവാനാ സാധ്യത. രേവതിക്കുട്ടി ചായയൊക്കെ ആയിട്ട് വന്നു. താങ്ക് യു എന്ന് പറഞ്ഞ് മാമച്ചൻ ചായ എടുത്തു. രേസമ്മയ്ക്കാണെങ്കിൽ വയ്യായിക പോലെ പോലെ ഒന്ന് തോന്നുന്നു, ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുടിക്കാൻ കൂടെ ഇത് ലൈം ടീ അങ്ങ് കുടിച്ച് ഇത് തൊണ്ടവേദനയും ചുമയൊക്കെ അങ്ങോട്ട് മാറും, എന്നിട്ട് ഹൃദയസ്തംഭനം വരും. ഹൃദയസ്തംഭനമോ എന്ന് മാമച്ചൻ പെട്ടെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അയ്യോ, മാറിപ്പോയതാ എന്ന് പറഞ്ഞിട്ട് രേസമ്മയുടെ കാലെടുത്ത് മടി വെച്ച് തിരുമുക. ഹൃദയസ്തംഭനമല്ല, ഹൃദയസ്പന്ദനം. ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഓക്കെ ആയി. മാറിയില്ല ഈ കാലുവേദന? ഞാൻ തൈലം പുരട്ടി മസാജ് ചെയ്തിട്ട് ആവി പിടിച്ചിട്ട് പോയതല്ലേ? നീ ആ കാലിൽ തൊടുമ്പോൾ എന്തൊരു ആശ്വാസം മോളെ എന്ന് രേസമ്മ ഇങ്ങനെ ചോദിക്കുക. മനുഷ്യൻ്റെ കാലും തലയും തടവിയ ഇത്രയും സുഖം കിട്ടുന്ന വേറൊരു സ്ഥലമില്ല അല്ലേ? അല്ല, നീ പോയ കാര്യം പറയടി. ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? ഏതാണ്ട് വാലും തലയില്ലാതൊക്കെ പറഞ്ഞു. നീയും കൂടെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. ശരി, പറഞ്ഞു കളയാം. എന്നിട്ട് രേവതി നടന്ന കാര്യങ്ങളൊക്കെ രേസമ്മയോട് ഇങ്ങനെ പറയാം. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. രേവതിക്കുട്ടിയൊക്കെ തേടി രമേശൻ നായർ പിന്നെയും വന്നിരിക്കുന്നു. ജോസൂട്ടി വണ്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ നിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നേച്ച് പോയതല്ലേ, പിന്നെ എന്തിനാ പിന്നെ വന്നേക്കുന്നത്? ഈ വീട്ടുകാരെ കാണാൻ അന്ന് കണ്ടില്ലായിരുന്നോ? എല്ലാവരെയും കാണാൻ പറ്റിയില്ല. രേവതിക്കുട്ടി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചില്ലേ, അതിനെ വന്ന് കാണാൻ പറ്റിയില്ല. അതിപ്പോൾ കോളേജിൽ ചേർന്ന് പഠിക്കുക. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. രേവതിക്കുട്ടിയുടെ ആരാ? ആ പെണ്ണിനെ അന്വേഷിച്ചു വരാൻ ആരും ഇല്ലല്ലോ. അനാഥയല്ലേ? അത്രയ്ക്ക് അനാഥയല്ല. ബാക്കി ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് വന്നിട്ട് പറയാം. ജോസൂട്ടി ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. രമേശ് നായർ പോയി കോളിംഗ് ബെൽ അടിച്ചു. എന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. രേവതിക്കുട്ടി കഥക് തുറക്കാനായിട്ട് വന്നപ്പോഴേക്കും രേസമ്മ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, നീ പോയി ചായ എടുക്കുക. അങ്ങനെ ഇവർ വന്ന് ജനലിലൂടെ ആരാന്ന് നോക്കിയതും അയാളാന്ന് കണ്ടതും ഗ്രേസമ്മയുടെ മുഖം അങ്ങ് മാറി. ഈശ്വരാ, ഇനിയിപ്പോൾ എന്തോ ചെയ്യും? രേവതിക്കുട്ടി എന്ന് വിളിച്ചു. എടി എന്താ ആൻറ്റി, നീ ഇപ്പോൾ ഹോളിലേക്ക് വരണ്ട കേട്ടല്ലോ, ഞാൻ വിളിച്ചിട്ട് മാത്രം വന്നാൽ മതി. ആരാ വന്നത്? മുമ്പ് ഒരിക്കൽ നിന്നെ തിരക്കി വന്ന ആളില്ലേ, ആ ആളാ. രേവതിക്കുട്ടി അന്തം വിടുക കേട്ടോ. ആണോ? നമുക്കറിയത്തില്ല, തട്ടിപ്പുകാരനാണോ വെൺപാണിപ്പുകാരനാണോ, ഓരോ കള്ളന്മാരെ ഓരോ വേഷം കെട്ടി വരും. അങ്ങനെ വേഷം കെട്ടി വന്നിട്ട് എന്തിനാ? എടി മോളെ, നിനക്ക് അറിയാൻ മലഞ്ഞിട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ കോളേജിൽ പോകുന്നുണ്ടല്ലോ, നീ കാണാൻ ഭംഗിയുള്ള പെണ്ണായതുകൊണ്ട് പലരും നിന്നെ ശ്രദ്ധിക്കും. ഏതാ ഇവള്, കൊള്ളാലോ, എവിടെന്നാ ഇവള് വരുന്നത്, എവിടെയാ വീട്, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും. രേവതിക്കുട്ടിയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. താല്പര്യം മൂത്ത് വരുമ്പോൾ അവർ അന്വേഷിച്ചിറങ്ങും. ആദ്യം നീ താമസിക്കുന്ന വീട് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഓട്ടോക്കാരോടോ അടുത്ത ആൾക്കാരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാകും. അപ്പോഴവരറിയും നീ കുറച്ച് മാസമായുള്ളൂ ഇവിടെ വന്നിട്ട് എന്ന്. ആണോ? അപ്പം അവർ കൂടുതൽ അപ്പോഴേക്കും വീണ്ടും ബെല്ലടിക്കുന്ന കേൾക്കുവാണ്. ഇത് പിന്നെയും കോളിംഗ് ബെല്ല്. തുറക്കാം, അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അങ്ങനെ നിന്നെപ്പറ്റി അവർ മനസ്സിലാക്കും. ഓർഫനാണ്, കഴക്കൂട്ടത്തിന് ദത്തെടുത്തതാണ് എന്നൊക്കെ. അപ്പം അവരെന്ത് ചെയ്യും? നിന്റെ അച്ഛനാണ്, മുത്തശ്ശനാണ്, ആങ്ങളെയാണ്, അമ്മാവനാണ് എന്നൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. സ്നേഹമൊക്കെ അഭിനയിക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചേ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ. ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ? അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്നോ? നമ്മൾ മനുഷ്യരൂപത്തിൽ കാണുന്നവരൊക്കെ മനുഷ്യരാന്ന് കരുതരുത് രേവതിക്കുട്ടി. കുറച്ച് പിശാചുക്കളുണ്ട്, കുറച്ച് മൃഗങ്ങളുണ്ട്, കുറച്ച് വിഷജന്തുക്കളുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്ക് കുറച്ച് നല്ല മനുഷ്യരുണ്ടായതേ ഉള്ളൂ. വീണ്ടും കോളിംഗ് ബെല്ല് കേൾക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നീ അകത്തിരുന്നാൽ മതി, വരണ്ട. കിച്ചണിലോട്ട് പോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രേവതിക്കുട്ടിയെ നിർത്തി അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഗ്രേസമ്മ പോയി കഥക് തുറക്കാണ്. ആരാ എന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ? രമേശൻ നായർ. ഞാനിവിടെ വന്നായിരുന്നു. ഓർമ്മയുണ്ട്. വന്നതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാ വന്നേന്നാ ചോദിച്ചത്? അത് പറയാം. ഞാൻ പ്രായം ചെന്ന മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്നവനാണ്. കള്ളുകുടിയനോ മാഫാസനോ അല്ല. എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം. കയറി വാ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. നേരെ വളർത്തല്ലേ ഉള്ളൂ. ഇത്രയും രാവിലെ എവിടെ നിന്ന് വന്നു? അല്ല, കിളിമാനൂരിൽ നിന്ന് എറണാകുളത്ത് വരണമെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും വേണ്ടേ? ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്ന ഹോട്ടലിൽ റൂം എടുത്ത് കിടന്നു. അതിരാവിലെ എത്താൻ വേണ്ടിയാ, അല്ലെങ്കിൽ നിങ്ങൾ പല വഴിക്ക് പോയാലോ? അല്ല, വേറൊരു ആളൂടെ ഉണ്ടായിരുന്നല്ലോ മേഡത്തിൻ്റെ ഭർത്താവ്. എണീറ്റിട്ടില്ല, കാല് വേദനിച്ച് കിടക്കുക, കടച്ചിലും കൊച്ചിപ്പിടുത്തോ. അതിന് പറ്റൊരു വൈദ്യം കിളിമാനൂരുണ്ട്. ഏതൊരു വാദവും. നിങ്ങൾ ചികിത്സിക്കാൻ വന്നതാണോ? വന്ന കാര്യം പറ. ഒന്ന് ഇരുന്നോട്ടെ ഞാൻ. സോറി, ഇരിക്കുന്ന കാര്യം പറയാൻ മറന്നു. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്കിഷ്ടം പോലെ കാശുണ്ട്. തെങ്ങും പറമ്പും വയലും റബ്ബർ തോട്ടവും ഒക്കെ ഉണ്ട്. നല്ല ഒന്നാന്തരം വീടുണ്ട്. വയസ്സ് 79 അല്ല, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? മനുഷ്യൻ കള്ളം പറയുന്നത് എന്തെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയായിരുന്നു. സമ്മതിച്ചു. പിന്നെ എന്തിനാ വന്നത്? ഞാൻ പിന്നെയും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചായിരുന്നു.
എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിനകത്ത് രേവതിക്കുട്ടി ഇയാൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇയാൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വെറും ഒരു അവകാശവും വേണ്ട എന്ന് തന്നെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോഴേക്കും മാമച്ചൻ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്.